50K ജിം വേഴ്സസ് 5K ജിം, മനസ്സിലായോ? 50,000 രൂപ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യണോ, അതോ 5,000 രൂപ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ജിമ്മിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണോ? കൺഫ്യൂഷൻ ആയോ? 50,000 രൂപയാണോ 5,000 രൂപയാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ജിമ്മിൽ പോകുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു ജിമ്മിൽ പോകുന്ന ജിമ്മിന്റെ വലിപ്പം കണ്ടിട്ടാണോ, അവിടെ ഉള്ള എക്യുപ്മെന്റ്സ് കണ്ടിട്ടാണോ നിങ്ങൾ ജിമ്മിലേക്ക് പോകുന്നത്? അതോ അവിടെ നിങ്ങൾ പെർട്ടിക്കുലറായിട്ട് കിട്ടുന്ന ട്രെയിനിങ് ബേസ് ചെയ്തിട്ടാണോ ഒരു ജിമ്മ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാള് വലിയൊരു ജിമ്മിലേക്ക് പോയി. വലിയ ജിമ്മെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇട്ട് റൺ ചെയ്യുന്ന ഒരു ജിമ്മിലേക്ക് പോയാൽ അവിടുത്തെ ആംബിയൻസ് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആ ജിമ്മിലേക്ക് പോവുക, യാതൊരു സംശയമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? അവിടുത്തെ ട്രെയിനേഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സർട്ടിഫൈഡ് ആണോ? ഒരുപാട് പേര് കേട്ട ജിമ്മുകളിൽ സർട്ടിഫിക്കേഷൻ പോലും ഇല്ലാതെ വെറുതെ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനം എന്തെന്ന് മനസ്സിലാക്കാതെ നിൽക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ട്രെയിനേഴ്സിന്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഞ്ചുറി സംഭവിക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ട് പാറ്റേൺ എന്താണ് എന്നറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് വമ്പൻ ജിമ്മിലോ ചെറിയ ജിമ്മിലോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നന്നാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം നല്ലൊരു ശരീരത്തിനുടമയാകുക, നല്ലൊരു ന്യൂട്രീഷൻ പ്ലാൻ കിട്ടുക, നല്ലൊരു ഗൈഡൻസ് കിട്ടുക എന്നുള്ള ആ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ജിമ്മിന്റെ വലിപ്പമോ ചെറുപ്പമോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എക്യുപ്മെന്റ്സോ ഒന്നും അല്ല. തീർച്ചയായിട്ടും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും എക്യുപ്മെന്റ്സ് മാത്രമാണോ നിങ്ങളുടെ ശരീരം ട്രാൻസ്ഫോം ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് കൂടെയാണ്. നിങ്ങൾ പോകുന്ന ജിമ്മിൽ പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ട്രെയിനേഴ്സിന്റെ ഇടയിലുള്ള ജിമ്മിൽ വേണം നിങ്ങൾ തീർച്ചയായിട്ടും പോകാൻ. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞതുപോലെ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഇഞ്ചുറി സംഭവിക്കും എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഗുണവും സംഭവിക്കില്ല. അപ്പൊ 50,000 രൂപ നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ജിമ്മിലേക്ക് പോകണോ, അതോ 5,000 രൂപ നിങ്ങൾ കൊടുക്കുന്ന ജിമ്മിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്നത് പേഴ്സണലായിട്ട് നിങ്ങൾ തന്നെ, നിങ്ങളുടെ തീരുമാനം തന്നെയാണ്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഇതിന്റെ ലോങ് റണ്ണിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഞ്ചുറി വരണോ, അതോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇഞ്ചുറി ഫ്രീ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാഷ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ കൈവശം എത്ര ഉണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ ആരോഗ്യമാണ്. അവിടെ പൈസയല്ല ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും 50,000 രൂപ മെമ്പർഷിപ്പ് ഉള്ള ജിമ്മിലേക്ക് പോകരുത്. നിങ്ങളുടെ പൈസ ഒട്ടുമില്ല, അതുകൊണ്ട് നിങ്ങൾ 5,000 രൂപ മുടക്ക് മുതലുള്ള ജിമ്മിലേക്ക് പോകും എന്നും നിങ്ങൾ തീരുമാനിക്കരുത്. നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് ആ ജിമ്മ് കണ്ട് അവിടുത്തെ ട്രെയിനേഴ്സിനെ മനസ്സിലാക്കി, ഈ ട്രെയിനേഴ്സിന് എത്രത്തോളം നോളേജ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ആ ഒരു ജിം ടൂർ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ജിമ്മുകാരൊക്കെ ഒരിക്കലും അനാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ജിമ്മുകാരല്ല. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ ആസ്പെക്റ്റ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചിരിക്കുക. ഒരു ജിമ്മിലേക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പോകുമ്പോൾ പറഞ്ഞതുപോലെ പൈസയ്ക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഒരിക്കലും കൊടുക്കരുത്, നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രിഫറൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആ ജിമ്മിലേക്ക് എൻട്രി വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ തീർച്ചയായിട്ടും AFX ഫിറ്റ്നസ് എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ